വിവാദങ്ങളുടെ തീ ആളിക്കത്തിയപ്പോൾ ഒടുവിൽ മദ്രാസിന്റെ മൊസാർട്ട് നയം മാറ്റുകയാണ്. BBC-യിൽ പോയി പറഞ്ഞത് കൈവിട്ടു പോയി എന്ന് തോന്നിയത് കൊണ്ടാകാം ഇപ്പോൾ പുതിയൊരു വീഡിയോവുമായിട്ട്, എക്സ്പ്ലനേഷൻ വീഡിയോവുമായിട്ട് AR റഹ്മാൻ രംഗത്തെത്തിയിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കരുത്, ഇന്ത്യ എൻ്റെ വീടാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യ എൻ്റെ ഗുരുവാണ് എന്നൊക്കെയാണ് പുതിയ വരികൾ. 2 ദിവസം മുൻപ് ഇന്ത്യയിലെ സിനിമാക്കാരെയും സാഹചര്യത്തെയും കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഇപ്പോൾ വന്ദേ മാതരം പാടി കോംപ്രമൈസിന് ശ്രമിക്കുന്ന റഹ്മാനെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് റഹ്മാൻ എത്തിയിരിക്കുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇന്ത്യ എൻ്റെ പ്രചോദനമാണ്, എൻ്റെ ഗുരുവും എൻ്റെ വീടുമാണ്. ഇതാണ് റഹ്മാന്റെ പുതിയ നിലപാട്. തൻ്റെ സംഗീതത്തിലൂടെ രാജ്യത്തെ സേവിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്നും തൻ്റെ സത്യസന്ധത എല്ലാവരും മനസ്സിലാക്കുമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. മാത്രമല്ല, താൻ ചെയ്ത ദേശസ്നേഹപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയാനും അദ്ദേഹം മറന്നിട്ടില്ല, എണ്ണി പറയാനും അദ്ദേഹം മറന്നില്ല. പ്രധാനമന്ത്രിയുടെ വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതും രാമായണ സിനിമയ്ക്ക്, ബോളിവുഡ് സിനിമയായിട്ടുള്ള രാമായണത്തിന് സംഗീതം നൽകുന്നതും നാഗ സംഗീതജ്ഞരുമായിട്ട് സഹകരിക്കുന്നതുമെല്ലാം തന്നെ എണ്ണിപ്പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഇന്ത്യൻ സ്പിരിറ്റ് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകാനുള്ള കാരണം? BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കേട്ടതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വർഗീയതയാണ്, എല്ലായിടത്തും വർഗീയതയാണെന്നും അസഹിഷ്ണുതയാണെന്നും അതുകൊണ്ട് തനിക്ക് ബോളിവുഡിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നും, ഛാവ എന്ന തൻ്റെ താൻ സംഗീത സംവിധാനം ചെയ്ത സിനിമ, ബോളിവുഡ് സിനിമ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണെന്നും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ അദ്ദേഹം പ്രവർത്തിച്ചതെന്നും ഒക്കെ അദ്ദേഹം തുറന്നടിച്ചിരുന്നു. ഛത്രപതി സംഭാജി മഹാരാജിന്റെ ചരിത്രമാണ് ഛാവ പറയുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് സംഭാജി മഹാരാജനെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് ചരിത്ര സത്യമാണ്. അത് സിനിമയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത്? മുഗൾ ഭരണാധികാരികളുടെ ക്രൂരതകൾ തുറന്നു കാണിച്ചാൽ അത് ഇസ്ലാമോഫോബിയ ആകുമോ? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ജനത ആദരിക്കുന്ന ഒരു വീരപുരുഷന്റെ കഥ പറയുമ്പോൾ വില്ലനായി തന്നെ ഇരിക്കണം. അവിടെ മതേതരത്വം ബാലൻസ് ചെയ്യാൻ ചരിത്രത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല. സത്യം പറയുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരുടെ പ്രശ്നമാണ്. ഇന്ത്യ അപമാനിക്കാൻ കാത്തിരിക്കുന്ന ഒരു വിദേശ മാധ്യമത്തിന് മുന്നിൽ വെച്ച് നടത്തിയ ഈ പരാമർശങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ വരെ ഉയർന്നു. ഛാവ എന്ന സിനിമയിൽ പ്രവർത്തിച്ചതിന് ശേഷം, അത് പണം വാങ്ങി പോക്കറ്റിലിട്ട് പോയതിനു ശേഷം അതിനെ തള്ളിപ്പറഞ്ഞതിലെ ഇരട്ടത്താപ്പും ചോദ്യം ചെയ്യപ്പെട്ടു. ഈ കനത്ത പ്രതിഷേധമായതോടെയാണ് കാര്യങ്ങൾ പന്തികേടാണെന്ന് റഹ്മാന് മനസ്സിലായതും ഇപ്പോൾ ഈ വിശദീകരണവുമായി എത്തിയതും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം തൻ്റെ വിശദീകരണ വീഡിയോ അവസാനിപ്പിക്കുന്നത് മാ തുജേ സലാം അല്ലെങ്കിൽ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ ദൃശ്യത്തോടെയാണ്. വിമർശനങ്ങൾ വരുമ്പോൾ മാത്രം പുറത്തെടുക്കാനുള്ളതാണോ റഹ്മാൻ സാർ ഈ ദേശസ്നേഹം? 2 ദിവസം മുൻപ് ലണ്ടനിലിരുന്നപ്പോൾ BBC-ക്ക് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഇന്ത്യ വർഗീയമായി തോന്നി. ഇപ്പോൾ പ്രതിഷേധം കനത്തപ്പോൾ ഇന്ത്യ ഗുരുവായി മാറി. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് നേരിട്ട് സമ്മതിക്കുന്നതിന് പകരം പറഞ്ഞ വാചകങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തടിയൂരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. താൻ രാമായണം ചെയ്യുന്നുണ്ട്, സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലും എന്നെ ദേശവിരുദ്ധനായി കാണല്ലേ എന്നൊരു അപേക്ഷ പോലെയാണ് തോന്നുന്നത്. BBC-യിലെ ഇന്റർവ്യൂവിൽ പ്രേക്ഷകർ സ്മാർട്ടാണെന്നും അവരെ ഛാവ പോലുള്ള വർഗീയ സിനിമകൾ കൊണ്ട് പറ്റിക്കാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. 800 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ 2025-ലെ ടോപ്പ് ഗ്രോസറുകളിൽ ഒരെണ്ണമാണ് ഈ ഛാവ എന്ന ചിത്രമെന്ന് ഓർക്കണം. അദ്ദേഹം പറഞ്ഞത് എന്തായാലും ശരി തന്നെയാണ്. ആ സ്മാർട്ടായ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ റഹ്മാൻ സാർ കാണിക്കുന്നത് ഒരു ഡാമേജ് കൺട്രോൾ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. റഹ്മാൻ സാർ, സംഗീതം കൊണ്ട് താങ്കൾ തീർത്ത വിസ്മയങ്ങൾ, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ വിദേശത്ത് പോയി സ്വന്തം നാടിനെ താഴ്ത്തിക്കെട്ടുന്നതും പണി കിട്ടുമ്പോൾ വന്ദേ മാതരം പാടി വരുന്നതും തമ്മിലുള്ള അന്തരം അത് പ്രകടമാണ്. ഇന്ത്യ താങ്കളുടെ വീടാണെന്ന് തിരിച്ചറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ അത് വിമർശനങ്ങൾ ഭയന്ന് മാത്രമാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് ന്യൂസ് ഇന്ത്യ മലയാളം.